നമ്മൾ ഹഫ്സയുടെ ജന്നത്തെക്കുറിച്ച് പറഞ്ഞു. അവർ ജനിക്കുന്നത് ഭൂജാതയാകുന്നത് നുബുവത്തിന് മുമ്പ് 5 വർഷം മുമ്പാണ്. കാബയുടെ നിർമ്മാണം ഖുറൈശികൾ നിർവഹിക്കവെയാണ് വന്നിട്ട് ഉമറിനോട് പറയുന്നത്, ഹഫ്സ നിങ്ങൾക്ക് പെൺകുഞ്ഞ് പിറന്ന വിവരം. ഹഫ്സ ആദ്യ നാളിൽ തന്നെ, ആദ്യ വർഷങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചു. നമ്മൾ പറഞ്ഞു ഭർത്താവ് ഹുനൈസ് ഇബ്ൻ ഹുദാഫയോടൊപ്പം അവർ മദീനയിലേക്ക് ഹിജറ വന്നു. അപ്പോൾ മുഹാജിറത്താണ് ആര്? ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ. അന്ന് കാലങ്ങളിൽ എഴുത്ത് വ്യാപകമല്ല, എഴുത്ത് പഠിക്കുക എന്നുള്ളത് വ്യാപകമല്ല. വളരെ വിരളം ആളുകളാണ് എഴുത്ത് അഭ്യസിച്ചിരുന്നവർ. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ എഴുത്ത് ചെറുപ്രായത്തിൽ അഭ്യസിച്ചിരുന്നു എന്നുള്ളതാണ്. ഹഫ്സയെ എഴുത്ത് പഠിപ്പിച്ചിരുന്നത് അഷിഫ ബിന്ത് അബ്ദുള്ള ഇബിൻ അബ്ദുഷംസ് അൽ അദവിയ എന്ന് പറയുന്ന മഹദിയാണ്. ഷിഫ എന്ന് പറയുന്ന മഹദി ഉണ്ടായിരുന്നു. അവർ ബനു അദി ഗോത്രക്കാരി തന്നെയാണ്. അവരാണ് ഹഫ്സയെ എഴുത്ത് പഠിപ്പിച്ചിരുന്നത് എന്നാണ്. അപ്പോൾ എഴുത്ത് അഭ്യസിച്ചിരുന്ന മഹദിയായിരുന്നു ഹഫ്സത്ത്. ഈ ഷിഫ ഒരിക്കൽ ഹഫ്സയോടൊത്ത് ഇരിക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലിമീഹ റുഖിയത്തൻ നംല കമാ കുൻതി അല്ലംതീഹ അൽ കിതാബ എന്ന് പറയുന്നുണ്ട്. അതായത് ഷിഫയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ഹഫ്സയ്ക്ക് എഴുത്ത് പഠിപ്പിച്ചു, അതേപോലെ നിങ്ങൾ റുഖിയത്തുൻ നംലയും പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. റുഖിയത്തുൻ നംല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ശരീരത്തിൽ വീർത്ത് ഉണ്ടാകുന്ന ഒരു തരം കുരു പോലുള്ളതാണ്. ശരീരത്തിൻ്റെ ചൊറിയുന്ന ഒരു അസുഖമാണത് നംല എന്നുള്ളത്. അതിൽ നിർവഹിക്കാനുള്ള റുഖിയാണ്. അത് ഷിഫക്ക് വശമുണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അത് നിങ്ങൾ ഹഫ്സക്കും പഠിപ്പിക്കും, നിങ്ങൾ അവർക്ക് എഴുത്ത് പഠിപ്പിച്ചതുപോലെ. അപ്പോൾ ഹഫ്സയെ എഴുത്ത് പഠിപ്പിച്ചിരുന്ന ഉസ്താദാണ് ആര്? ഷിഫ ബിൻത് അബ്ദുള്ള ഇബിൻ അബ്ദുഷംസ് അൽ അദവിയ റളിയല്ലാഹു തആല അൻഹ. അവർ സഹാബിയത്താണ്. ഹഫ്സ അവരുടെ സഹോദരൻ അബ്ദുള്ള ഇബ്ൻ ഉമറാണ്. പൂർണ്ണ സഹോദരൻ. അബ്ദുള്ളയെപ്പോലെ തന്നെ ഒരു അബ്ദുറഹ്മാനും ഉണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് മക്കൾ അബ്ദുറഹ്മാൻ 3 പേരുണ്ട്. അബ്ദുറഹ്മാൻ അൽ അക്ബറും അബ്ദുറഹ്മാൻ അൽ അസ്ഗറും ഔസത്തും പിന്നെ അബ്ദുറഹ്മാൻ അൽ അസ്ഗറും. 3 അബ്ദുറഹ്മാൻ ഉണ്ട് ഉമറിൻ്റെ മക്കളിൽ. അതിൽ അബ്ദുറഹ്മാൻ അൽ അക്ബർ, അതേപോലെ അബ്ദുള്ള, നമ്മൾ അബ്ദുള്ള ഇബ്ൻ ഉമർ എന്ന് പറയുന്ന പ്രസിദ്ധ സഹാബി. അവരൊക്കെ ഹഫ്സയുടെ പൂർണ്ണ സഹോദരങ്ങളാണ്. ഇവർ 3 ആളാണ് പൂർണ്ണ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ വാപ്പ ഉമർ, ഉമ്മ സൈനബ് ബിന്ത് മദ്ഊൻ. അബ്ദുള്ളയും ഹഫ്സയും വലിയ അടുപ്പാണ്. അതുകൊണ്ട് തന്നെ കുറേ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും ഇവർ തമ്മിൽ ഇടപഴകിയ. അബ്ദുള്ള ഇബ്നു ഉമർ പറയാറുണ്ട്, അദ്ദേഹം കണ്ട ചില സ്വപ്നങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കും അവരുടെ സ്വപ്നത്തെക്കുറിച്ച്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം ആളുകൾ പറയുന്നത് കേട്ടാൽ അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ അബ്ദുള്ള ചെറുപ്രായമാണ്, 6 വയസ്സിന് വരെ വ്യത്യാസമുണ്ട്. ഹഫ്സയും അബ്ദുള്ളയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അബ്ദുള്ള പറയാണ്, എല്ലാവരും സ്വപ്നം പറയുമ്പോൾ ഞാനും ഇങ്ങനെ ആഗ്രഹിക്കും ഒരു സ്വപ്നം കണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് കഥിച്ച് അതിൻ്റെ വിവരം തേടാൻ. പക്ഷേ അങ്ങനെ സ്വപ്നം കാണാറില്ല. പക്ഷേ അങ്ങനെ പറയും, അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, അള്ളാഹുവേ എനിക്കും ഒരു സ്വപ്നം കാണിക്കണേ എന്നുള്ളത്. ഏതായാലും ഒരു സ്വപ്നം കണ്ട് അബ്ദുള്ള. അതെന്താ? അദ്ദേഹം 2 മലക്കുകളാൽ നരകത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ് കാണുന്നത്. നരകത്തിലേക്ക് 2 മലക്കുകൾ അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. ആ മലക്കുകളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ഹദീദ്, ഒരു ഇരുമ്പിൻ്റെ ഒരു ആയുധമുണ്ട്. അപ്പോൾ ആ നരകത്തിലേക്ക് അടുത്ത അബ്ദുള്ള കാണുന്നത് കിണർ പോലെ പാമ്പീരിയൊക്കെ ഉള്ള നരകത്തെയാണ്. മനസ്സിലായില്ലേ? ഖുറൈശികളിലെ ചില പ്രമുഖരെയും അതിൽ ഞാൻ കണ്ടു എന്ന് അബ്ദുള്ള പറയുന്നുണ്ട്. അപ്പോൾ അബ്ദുള്ള പറയാൻ തുടങ്ങി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, അതുപോലെ അഊദു ബില്ലാഹി മിനന്നാർ എന്ന് അബ്ദുള്ള നരകത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടുകയാണ്. സ്വപ്നത്തിലാണിത്. അപ്പോൾ
മറ്റൊരു മലക്ക് ഇടപെടുകയാണ്. മനസ്സിലായില്ലേ? ലം തുറ, അബ്ദുള്ളയോട് പറയണ പേടിക്കണ്ട. മനസ്സിലായില്ലേ? ആ മലക്കുകളോട് പറയണം അദ്ദേഹത്തെ പിന്നെ പിടിച്ചു നിർത്താൻ പറയണം. എന്നിട്ട് ആ മലക്ക് പറഞ്ഞു എന്നാണ്, നിഅമർ റജുലു അൻത് ലൗ കുൻത തുസല്ലിൽ ലൈൽ എന്നാണ്. നീ എത്ര നല്ല മനുഷ്യനാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് മലക്ക് പറയണം, നീ എത്ര നല്ല മനുഷ്യനാണ്, നീ രാത്രി നമസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് പറയണം. മനസ്സിലായില്ലേ? അതോട് സ്വപ്നം കഴിച്ച്. അപ്പോൾ ഇത് അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന് ഇത് അവതരിപ്പിക്കാനൊരു പ്രയാസം. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അത് പറയുന്നത് ആരോടാണ്? ഹഫ്സയോടാണ്. ഹഫ്സ എന്ത് ചെയ്യാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, റസൂൽ അബ്ദുള്ള അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരു പ്രയാസം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരി തൂകി ഹഫ്സയോട് പറഞ്ഞത്, നിഅമർ റജുലു അബ്ദുള്ള ലൗ കാന യുസല്ലി മിനൽ ലൈൽ എന്നാണ്. അബ്ദുള്ള നല്ല ഒരു മനുഷ്യനാണ്, വ്യക്തിത്വമാണ്, അദ്ദേഹം രാത്രി നമസ്കരിച്ചെങ്കിൽ എന്നാണ്. അബ്ദുള്ള പറയാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ പിന്നെ ഞാൻ രാത്രി നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല, രാത്രിയുടെ ഏറെ സമയം ഞാൻ നിസ്കരിക്കാൻ താല്പര്യം കാണിക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അതേപോലെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ മറ്റൊരു സ്വപ്നം കണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതും കഥിക്കുന്നത് ഹഫ്സയോടാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കിതാത്ത് മിനൽ ഇസ്തബ്രഖ്, ഒരു പട്ടിൻ്റെ കഷ്ണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ. മനസ്സിലല്ലേ? ആ പട്ടിൻ്റെ കഷ്ണം കൊണ്ട് അദ്ദേഹം സ്വർഗത്തിൽ പട്ടിൻ്റെ ഒരു കഷ്ണം, ആ കഷ്ണം കൊണ്ട് ഏതൊരു ഭാഗത്തേക്ക് താൻ നോക്കുകയാണെങ്കിലും തന്നെയും കൊണ്ട് ആ സ്വർഗത്തിൻ്റെ ഭാഗത്തേക്ക്, താൻ കണ്ണ് നടുന്ന ചൂണ്ടുന്ന ഭാഗത്തേക്ക് ഈ പട്ടിൻ്റെ കഷ്ണം തന്നെയും കൊണ്ട് പാറുന്നതാണ് സ്വപ്നം. മനസ്സിലായില്ലേ? അത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ കണ്ടത് പിന്നെ ഹഫ്സയോട് കഥിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഹഫ്സ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചത് നിഅമർ റജുലു അബ്ദുള്ള എന്നാണ്. നിഅമർ റജുലു അബ്ദുള്ള, അബ്ദുള്ള എത്ര നല്ല ഒരു മനുഷ്യനാണ് എന്നാണ്. എന്നാൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമറും ഹഫ്സയും അവർ പൂർണ്ണ സഹോദരങ്ങളാണ്. വളരെ വലിയ അടുപ്പത്തിലായിരുന്നു. ആ സൗഹൃദം എന്നുള്ളത് അറിയിക്കാനാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ ഉണർത്തിയത്.